നമസ്കാരം. കേരളത്തിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ചില യൂട്യൂബ് ചാനലുകളും മഞ്ഞപത്രക്കാരും രംഗത്തിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. അതിൻ്റെ ഫലം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത്, അതായത് ഏറ്റവും അധികം ഇത്തരക്കാരുടെ ആക്രമണങ്ങൾക്ക് ഇരയാകുന്ന ഒരു ധനകാര്യ സ്ഥാപനമാണ് ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. അതിൻ്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജറായിട്ടുള്ള സുധീർ കെ എം ആണ് ഇന്ന് നമ്മളോടൊപ്പമുള്ളത്. നമ്മൾ ഇൻ്റർവ്യൂ പ്രേക്ഷകരെ കാണിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റികളെ തകർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഇവിടെ കുറേ മാധ്യമ പ്രവർത്തകരെന്ന വേഷമണിഞ്ഞ, അതുമായി യാതൊരു ബന്ധവുമില്ലാത്ത കുറേ ആളുകൾ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട്. അവരെ തുറന്നു കാണിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ പരമ്പരയുടെ ലക്ഷ്യം. അതിലേക്കുള്ള ആദ്യത്തെ അഭിമുഖമാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. എന്തായാലും ശ്രീ കെ എം സുധീറിനെ നമുക്ക് അഭിമുഖത്തിലേക്ക് ക്ഷണിക്കാം. സർ, സ്വാഗതം. നമസ്കാരം. എന്താണ് ഇപ്പോൾ ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന ഈ പ്രചാരണങ്ങൾക്ക് പിന്നിൽ? കൃത്യമായി പറഞ്ഞാൽ തനിനിറം എന്ന് പറയുന്ന ഒരു മഞ്ഞപത്രം, അല്ലെങ്കിൽ ഒരു നമ്മളെവിടെയും കണ്ടിട്ടില്ല, അത് ഫേസ്ബുക്ക് പേജുകളിൽ മാത്രം കാണുന്ന ഒരു പത്രരൂപത്തിലുള്ള ഒരു പോസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതിലൂടെ നിരന്തരമായി BLM അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. BLM പല നടപടികൾ ഉണ്ടാകുന്നു, വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറയാണ്. ശരിക്കും ആരാണ് ഇതിന് പിന്നിൽ? എന്താണ് ശരിക്കും ഈ വിഷയത്തിൽ സംഭവിക്കുന്നത്? സർ, ഇത് 2006 രജിസ്റ്റർ ചെയ്ത അഗ്രികൾച്ചർ മിനിസ്റ്റർ അണ്ടറിലുള്ള രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ് ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മുടെ തൃശ്ശൂർ ഇത് ഞങ്ങൾ തുടങ്ങുന്നത് 2017 നവംബർ 13 അതിന് 2 വർഷം മുമ്പ് തന്നെ നമ്മൾ ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് ഇവിടെ നേരത്തെ പറഞ്ഞ മാതിരി ഒരു മഞ്ഞപത്രം കൊണ്ട് വിറ്റ് നടന്ന ഒരാളായിരുന്ന ഒരു KP മനോജ് കുമാർ എൻ്റെ അടുത്ത ഗ്രാമക്കാരനും കൂടിയാണ്. ഞാൻ വിദേശത്ത് ജോലി കഴിഞ്ഞ് നാട്ടിൽ വന്ന് എൻ്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്താണ് ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നതും അദ്ദേഹം എന്നോട് സംസാരിച്ചു, ഇങ്ങനെ സൗഹൃദം സ്ഥാപിച്ചു. ആ ഇടയ്ക്കാണ് ഭാരതരചനയെ പറ്റി കൂടുതൽ നമ്മൾ അറിയുന്നതും അതിൻ്റെ അന്നത്തെ ചെയർമാനായിട്ടുള്ള R പ്രേംകുമാർ സാറ് ഞങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്തു. അന്ന് 2017 നായക്കനാല് AR മേനോൻ റോഡിലുള്ള ടെമ്പിൾ സ്ക്വയർ ബിൽഡിങ്ങിൽ മുകളിലത്തെ നിലയിലാണ് നമ്മൾ ഭാരതരചന ആദ്യമായിട്ട് ഇവിടെ തൃശ്ശൂർ നമ്മൾ വരുന്നത്. അതായത് ഭാരതരചനയുടെ കൂടെ ആദ്യം ഉണ്ടായിരുന്ന ആളാണ് ഈ മനോജ് കുമാർ? അല്ലല്ല. ഭാരതരചന 2016 ഞാനും മനോജ് കുമാർ ഒരുമിച്ചാണ് ഈ ഭാരതരചനയിൽ ജോയിൻ ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങിയ യാത്രകളിൽ ഭാരതരചനയുടെ നമ്മുടെ നമ്മുടെ ചെയർമാൻ സാർ R പ്രേംകുമാർ സാറ് ഞങ്ങൾ രണ്ടുപേര് കണ്ടതിനനുസരിച്ച് നമ്മളുടെ എക്സ്പീരിയൻസ് വെച്ച് ഈ സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ പറയുകയും അതോടൊപ്പം തന്നെ നമ്മൾ വളരെ ഭംഗിയായി ഈ സ്ഥാപനം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു. ആ സമയത്ത് അന്നും അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു അതിക്രമിച്ച് കയറുക എന്നുള്ളൊരു പ്രത്യേക സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ എന്താണ് വിചാരിച്ചാൽ അദ്ദേഹത്തിന് ഇനി നാട്ടിൽ വളരെ ദരിദ്രനായിട്ട് ഒരു ജുബ്ബിയും ഒരു മുണ്ടും ഒരു ചെരുപ്പും മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കയറി വന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിന് ഞാനും ചെയർമാൻ സാറും ബാക്കപ്പ് കൊടുത്ത് ശരി BLM വളർത്താനുള്ള ഒരു ഒരു സൗഹൃദം, ഒരു കഴിവുണ്ട് എന്ന് ധരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിനെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നത്. പക്ഷേ ആ കാലഘട്ടങ്ങളിലെല്ലാം ആള് വളരെ വളരെ സൗഹൃദത്തോട് നമ്മൾ സഹകരിക്കുകയും ഈ സ്ഥാപനത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. അതിനോട് ഉപരി നമ്മുടെ ചെയർമാൻ സാറ് ഇദ്ദേഹത്തിന് വേണ്ട നല്ല ഈ ഭാരതരചനയുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ടുള്ളൊരു അതിൻ്റെ ഒരു ഉത്തരവാദിത്വം കൊടുക്കുകയും അതിൻ്റെ താഴെ എനിക്ക് ഡെപ്യൂട്ടി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആയിട്ട് എനിക്കും അതിനുള്ള സ്ഥാനം തരികയും ആ സ്ഥാപനം വളർത്താൻ എല്ലാ സപ്പോർട്ടും നമുക്ക് തരികയുണ്ടായി സാർ. അങ്ങനെ ജനങ്ങളിലേക്ക് എത്തി. ഒരു ജനകീയ സ്ഥാപനമാണ് ഭാരതരചന മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി. ഇന്ന് 21 വർഷമായി എല്ലാ മെമ്പർമാരും ഓൾമോസ്റ്റ് ഞങ്ങൾക്ക് 10 ലക്ഷം മെമ്പർമാരുണ്ട്. ഈ 10 ലക്ഷം മെമ്പർമാർക്കും നല്ല രീതിയിൽ സർവീസ് കൊടുക്കുകയും ഇന്ന് ഒരാൾക്ക് പോലും ഒരു രൂപ പോലും തിരിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടില്ല. കാരണം അത്രയും നല്ലൊരു സൊസൈറ്റിയാണ് നമ്മൾ ഭാരതരചന. തനിനിറം എന്ന പത്രത്തിൽ, കാരണം അദ്ദേഹം ഇവിടുന്ന് 2023 ജനുവരി 4 ഈ സൊസൈറ്റിയിൽ നിന്ന് വിട പറയുമ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ചെറുകിട സ്ഥാപനങ്ങൾക്കും മെമ്പർമാർക്കെല്ലാം
പലതരത്തിലുള്ള RD, അതായത് നമുക്ക് സേവിങ് വിത്ത് ലോൺ എന്ന രീതിയിലുള്ള ആ ലോൺ കൊടുത്ത് അദ്ദേഹം പോകുന്ന സമയത്ത് 54,68,00,000 ഔട്ട്സ്റ്റാൻഡിങ് വരുത്തി. ഇതിലുള്ള കുറേ മെമ്പർമാരെ, ജോലി ചെയ്ത മെമ്പർമാരെ അവരെ പല പുകമുറ കാണിച്ച് അവരെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ് ഉണ്ടായത്. അത് കൊണ്ടുപോയതിനു ശേഷം അദ്ദേഹം NFTC എന്ന് പറഞ്ഞ മിസ്റ്റർ VPP നായർ ചെയർമാനായിട്ടുള്ള NFTC എന്ന സ്ഥാപനം തുടങ്ങാൻ വേണ്ടി പോവുകയും അദ്ദേഹം എന്നെ അതിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞു ഒരിക്കലും സാധിക്കില്ല, കാരണം ഇത്രയധികം ലോൺ കൊടുത്ത് ഔട്ട്സ്റ്റാൻഡിങ് വരുത്തിയിട്ട് ഈ സ്ഥാപനം തകർത്ത് നമുക്ക് പോകാൻ സാധിക്കില്ല എന്നുള്ള ഉറച്ച നിലപാട് എനിക്കുണ്ടായതിൻ്റെ കാരണം കൊണ്ടാണ് അദ്ദേഹം ഇതിലേക്കുള്ള തുടക്കമെല്ലാം ഉണ്ടാവുന്നത്. കാരണം ജനങ്ങളുടെ പൈസ ജനങ്ങളിലേക്ക് കൊടുത്താൽ തിരിച്ചു പിടിച്ച് ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഭാരതജനക്കുണ്ട്. അതുകൊണ്ട് അത് തിരിച്ചു തരില്ല എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി അദ്ദേഹം കൊണ്ടുപോയ അന്ന് ജോലി ചെയ്തിരുന്ന മെമ്പർമാരെ പണം തിരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞ് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ഭാരതരജന അന്ന് തൊട്ട് തകർക്കാൻ ശ്രമിച്ചതാണ്. ഇപ്പോൾ 54,68,00,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ് വരികയാണെങ്കിൽ, ചെറിയൊരു സ്ഥാപനമാണെങ്കിൽ ഇന്ന് തൃശ്ശൂരത്തെ കാര്യം അറിയാം, കാരണം ആ സ്ഥാപനം നിലനിൽക്കാൻ തന്നെ ബുദ്ധിമുട്ടാവും. ഭാരതരജനെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള റിസർവും അതിനുള്ള എല്ലാ അസറ്റുകളും ഉള്ളതുകൊണ്ട് ഭാരതരജനക്ക് അതൊരു കുഴപ്പമില്ല. എല്ലാ മെമ്പർമാരെ പൈസ ഭംഗിയായി തിരിച്ചു കൊടുത്തു. പക്ഷെ ജനങ്ങളുടെ പൈസ തിരിച്ചു കിട്ടണ്ടേ, ആ തിരിച്ചു മേടിക്കാനുള്ള ഉത്തരവാദിത്തം വേണ്ട. അത് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് നിയമ നടപടികൾക്ക് ഭാരതരജന തുനിഞ്ഞു. കാരണം ഇതിൽ നിന്ന് വിട്ടുപോയവർക്കെല്ലാം എതിരെ ജനങ്ങളുടെ അനവധി മെമ്പർമാരുടെ പൈസ കബളിക്കപ്പെട്ടു. അത് ഭാരതരജന തിരിച്ചറിഞ്ഞപ്പോൾ മെമ്പർമാരും സൊസൈറ്റിയും കൂടി ഇവിടുന്ന് വിട്ടുപോയവർക്കെതിരെ കേസ് കൊടുക്കാൻ തുടങ്ങി. നിലവിലിപ്പോൾ ഭാരതരജനക്കെതിരെ വരുന്ന ഈ വാർത്തകൾ, ഈ തനിനിറത്തിലൂടെ പുറത്തു വരുന്ന വാർത്ത, അത് മറ്റു പല യൂട്യൂബ് ചാനലുകളിലും അവർ ഏറ്റെടുക്കാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇയാളുടെ ഒരു പകയാണ്. അതായത് 54 കോടി രൂപയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തിയത് കണ്ടെത്തി നിയമ നടപടി സ്വീകരിച്ചതിലുള്ള പകയാണ് ഈ KP മനോജ് കുമാറിന്റെ ഈ അറ്റാക്കിന് കാരണം. അപ്പൊ ഈ KP മനോജ് കുമാർ എന്ന വ്യക്തിയെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ, ഇയാളെ നിങ്ങളുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. ഈ ജോലി ചെയ്ത സമയത്തും അതിനുശേഷവും ഇവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷവും ഇയാൾക്കെതിരെ കുറേ കേസുകളും മറ്റുള്ളതായിട്ട് ഞങ്ങളുടെ ഒരു അന്വേഷണത്തിൽ മനസ്സിലായിട്ടുണ്ട്. കാരണം ഇയാളാണല്ലോ ഇതിൻ്റെ ഒരു പ്രഭവ കേന്ദ്രം. അപ്പോൾ ഇയാളെക്കുറിച്ച് പ്രാഥമികമായ അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾക്ക് പല കേസുകളുമുണ്ട്. എന്താണ് ഇയാളുടെ സ്വഭാവം? ഏത് തരത്തിലുള്ള കേസുകളാണ് ഇയാൾക്കെതിരെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള കൊടുത്തിട്ടുള്ളത്? ഞങ്ങൾ അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കാനുള്ള കാരണം ഈ അടുത്ത് 2025 ജനുവരി 14 വൈകിട്ടൊരു 4:30 മണിക്ക് ശേഷം ഞാൻ എൻ്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന അതിന് ശേഷം ഈ ഭാരതരജനെ അതിക്രമിച്ച് കയറുകയും അതിൽ വന്ന് ഞങ്ങളുടെ അവിടുത്തെ മാനേജ്മെൻറ്റ് സ്റ്റാഫുകളെ അസഭ്യം പറയുകയും അവിടെ ഇരുന്നൊരു മെമ്പറെ ഉപദ്രവിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തൃശ്ശൂർ ഈസ്റ്റ് സ്റ്റേഷനിൽ നമ്മൾ പരാതി, ഞാൻ DGM നൽകി എൻ്റെ ബ്രാഞ്ചിൽ വന്ന് അതിക്രമിച്ച് കയറിയതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മെമ്പറെ അടിച്ചപ്പോൾ ഞാൻ പരാതി കൊടുത്തു, ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഈ സ്ത്രീകളെ അപമാനിച്ചു. മെമ്പർ എന്ന് പറയുന്നത് അദ്ദേഹത്തിന് മുൻപരിചയമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിനെ കാണണം എന്ന് പറഞ്ഞിട്ടാണെന്ന് കയറിയെന്ന് പറയുന്നു. പക്ഷെ അത് അതിക്രമിച്ച് കയറിയിട്ട് അസഭ്യം പറഞ്ഞ ചെയർമാനെ തോന്നിവാസം പറഞ്ഞ് ഞങ്ങളുടെ ചെയർമാന്റെ ക്യാബിന്റെ ഗ്ലാസുമലും ക്യാഷ് കൗണ്ടറുമലും അടിച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ഇങ്ങനൊരു ആക്ച്വലി അത് പറയുകയാണെങ്കിൽ അത് ട്രസ്പാസിന് കേസ് എടുക്കേണ്ടതാണ്. അത് കേസ് എടുത്തില്ല. കാരണം ആ പരാതി കൊടുത്തപ്പോൾ ആ പരാതി കൊടുത്തതിൻ്റെ പേരിൽ എനിക്കെതിരെ 5 സ്ത്രീകളെ കൊണ്ട് ഓരോ ദിവസത്തിനുള്ളിൽ തന്നെ 5 സ്ത്രീകളെ കൊണ്ട് കൗണ്ടർ കേസ് കൊടുത്ത് അത് ഒതുക്കാൻ ശ്രമിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരാൾ കേസ് കൊടുത്ത ആ കേസിനെതിരെ കൗണ്ടർ കേസ് കൊടുത്ത് പിന്നെ പോലീസിനെ സ്വാധീനിച്ചത് ഏത് രൂപത്തിലാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ പോലീസിനെ സ്വാധീനിച്ചതിൻ്റെ ഫലമായിട്ട് എന്നെ SI വിളിച്ചു വരുത്തി നിങ്ങൾക്ക് SC/ST വിഭാഗത്തിൻ്റെ പേരിൽ കേസ് ഉണ്ടെന്ന് പറഞ്ഞ് എന്നെ ചെറിയ രീതിയിൽ ഭീഷണി ത്രട്ടൺ ചെയ്യാൻ ശ്രമിച്ചു. അതിൻ്റെ ഭാഗമായി ഞാൻ നേരെ ACPക്ക് പരാതി കൊടുത്തു. ACP അദ്ദേഹത്തിന് എന്നെ വിളിച്ചു വരുത്തി ഇതിന് നിജസ്ഥിതി അന്വേഷിച്ചപ്പോൾ ACP കൃത്യമായി ബോധ്യമായി ഇദ്ദേഹം ചെയ്ത് തെറ്റാണെന്ന്. പിന്നെ SC/ST പരാതി കൊടുത്തപ്പോൾ ആ പരാതി അവിടെ എന്താ പറയുക, പരാതി നിജസ്ഥിതി ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ACP എന്നെ അവിടെ നിന്ന് പറഞ്ഞു ഈ കേസിനെ അവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്യാൻ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ട് ഇനിയൊരു വിഷയം വേണ്ടാന്ന് വിചാരിച്ചു ACPയുടെ ഓഫീസ് വെച്ച് കോംപ്രമൈസ് ചെയ്തു. കോംപ്രമൈസ് ചെയ്ത് സൈൻ ചെയ്യുന്ന സമയത്ത് ഇവരെന്നെ
ഈസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അന്നത്തെ മറ്റേ SI ആയിരുന്ന ബിപിൻ ബി നായർ അദ്ദേഹം ഈസ്റ്റ് സ്റ്റേഷനിൽ കൊണ്ടുപോയി എനിക്ക് പറഞ്ഞു, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾക്കത് ത്രെട്ടനിങ് ഉണ്ട് എന്ന് എന്നോട് പറഞ്ഞു. സാർ ഞാൻ എന്തിനാണ് ഭയപ്പെടേണ്ട ആവശ്യം? അതല്ല, നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങളുടെ മേൽ SI അത് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് എന്നോട് പറഞ്ഞു, സ്ത്രീകളോട് ഒരു തെറ്റും ചെയ്യാതെ തന്നെ ആ സ്റ്റേഷനിലിരുത്തി വളരെ മോശമായ രീതി അപമാനിച്ചാണ് വിട്ടത്. അത് ഈസ്റ്റ് സ്റ്റേഷനിൽ. അതിനെതിരെ ഞാൻ പോലീസ് കംപ്ലൈൻറ്റ് അതോറിറ്റിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണം ഇപ്പോൾ ജൂൺ 18-ാം തീയതി അതിൻ്റെ ഹിയറിംഗ് ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പോലീസിൽ സ്വാധീനമുണ്ട്. ഇദ്ദേഹത്തിന് വീഡിയോ ക്ലിപ്പുകളൊക്കെ ഓഡിയോ ക്ലിപ്പുകളെല്ലാം എടുത്താൽ ഇദ്ദേഹത്തിന് പോലീസ് സ്വാധീനം ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പോലീസിന് പണം കൊടുത്ത് സ്വാധീനിക്കാനുള്ള കഴിവുണ്ടെന്നുള്ള അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞ് ഒരു സാമ്പത്തിക സ്ഥാപനത്തെ തകർക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകളോട് വളരെ മോശമായിട്ട് തന്നെയാണ് അദ്ദേഹം പെരുമാറുന്നത്. കാരണം ഒരു ദേഷ്യം പറയില്ല, നമ്മൾ ദുർവാസാവിന്റെ ദേഷ്യം വന്നാൽ അദ്ദേഹം പറയുന്ന വാക്കുകൾ എന്താണെന്ന് പോലും അദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ഇടുന്ന മെസ്സേജുകൾ എടുത്താൽ ഞാൻ നിങ്ങൾക്ക് അത് തരാം. അദ്ദേഹത്തിന്റെ ആളുകൾ തന്നെ പുറത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ള മെസ്സേജുകൾ തന്നെ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹം സ്ത്രീകളോട് തന്നെ പറയുന്നത്. അപ്പോൾ പല സ്ത്രീകളും ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിലുള്ള സ്ത്രീകളും പലരും എതിർപ്പുകളുണ്ടെങ്കിലും ഭയന്നിട്ട് പറയാതിരിക്കുന്നത്. ഇനി എല്ലാവരും അത് പറയാനുള്ള സാധ്യതകളുണ്ട്, ഇപ്പോഴും അതിനുള്ള സാധ്യതകളുണ്ട്. സ്ത്രീകളുടെ അടുത്ത് മോശമായ രീതിയിൽ സംസാരിക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ BLMന്റെ ചെയർമാനായിട്ടുള്ള R പ്രേംകുമാർ, അദ്ദേഹം ഒരു ദൈവതുല്യനാണെന്നൊരു കാലത്ത് പരസ്യമായി പറഞ്ഞിട്ടുള്ളതാണ് ഈ മനോജ് കുമാർ. അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം. അതേ ആൾ തന്നെ ഇപ്പോൾ ഈ BLMനെതിരെ നിരന്തരമായിട്ട് വാർത്തകൾ ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ്. എന്താണ് ശരിക്കും അതിൻ്റെ ഇയാൾക്ക് എന്താണ് സംഭവിച്ചത് ഈ മനോജ് കുമാർ? സത്യത്തിൽ പറഞ്ഞാൽ R പ്രേംകുമാർ എന്ന ആരാധനായ ഞങ്ങളുടെ ഫൗണ്ടർ മെമ്പറായിട്ടുള്ള നമ്മുടെ മുൻ ചെയർമാൻ സാറ്, അദ്ദേഹം ഈ KP മനോജ് കുമാറിന് കൊടുത്ത പദവിയും സൗകര്യങ്ങളും അറിയിക്കുന്നതിൽ കൂടുതലായിരുന്നു. കാരണം ഒരു സ്ഥാപനത്തിൽ വന്നു അദ്ദേഹം വളരെ ഭംഗിയായി അദ്ദേഹത്തിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്ന സമയത്ത് അദ്ദേഹം തലമറന്നെണ്ണതേക്കാന്ന് പറയും. ഒരു സ്ഥാപനത്തിൽ നിന്ന് വേറെ സ്ഥാപനത്തെ അദ്ദേഹം വിളിച്ചപ്പോൾ അദ്ദേഹത്തിന് പോകാം, പക്ഷേ ഈ സ്ഥാപനത്തെ തകർക്കാനുള്ള വൈരാഗ്യം വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളൊക്കെ ഇപ്പോൾ തകർന്ന രീതിയിലാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ പല മെസ്സേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. കാരണം അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തെ, എൻ്റെ സ്ഥാപനത്തെ ഞാൻ തന്നെ തകർക്കും എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാവും. മനോജ് കുമാർ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തെ അദ്ദേഹം തന്നെ തകർക്കുമെന്ന്. അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ മെസ്സേജുകൾ പലതും ഇടുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന്. കാരണം ജനങ്ങളുടെ പൈസ വാങ്ങിച്ചാൽ തിരിച്ചു കൊടുക്കാനും അതിനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിലെ സാമൂഹ്യ നീതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹത്തിന് ആ നീതിബോധം ഉണ്ടെങ്കിൽ ജനങ്ങളുടെ പൈസ തിരിച്ചു കൊടുക്കാനും ആ മെമ്പർമാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഉത്തരവാദിത്വം ഉണ്ട്. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം, അല്ലെങ്കിൽ ഇപ്പോൾ BLMനെതിരെ അദ്ദേഹത്തിന് ഒരു എതിർപ്പ് വരേണ്ട ആവശ്യമില്ല. കാരണം BLM ഇത്തരെല്ലാം എന്നെയും ഒരു BLMന്റെ മെമ്പറായിട്ടുള്ള ഒരു പത്രപ്രവർത്തകനെയും അദ്ദേഹം നിരന്തരം വ്യക്തിഹത്യ ചെയ്തിരുന്നു. കാരണം ഈ തനിനിറം എന്ന പത്രത്തിലൂടെ ഇല്ലാത്ത കേസുകൾ കൊടുത്ത് ഫോട്ടോ വരെ വെച്ച് ഞങ്ങൾക്കെതിരെ പത്രത്തിലിട്ട് വളരെ വ്യക്തിഹത്യ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പലതവണ പലരും വിളിച്ചു വാങ്ങിച്ചത് ചെയ്യരുത്, അത് അദ്ദേഹത്തിന് വിവരക്കേട് ചെയ്യുന്നത് ഞങ്ങൾ പലതവണ ഞങ്ങൾ അതിന് വിട്ടു. കാരണം നമുക്കൊരു സാമ്പത്തിക സ്ഥാപനമാണ്, അദ്ദേഹത്തിനറിയാം ഇത് വളരെ സത്യസന്ധമായി പോകുന്ന സ്ഥാപനമാണെന്നും ഭാരതരചന എല്ലാവർക്കും ഉപകാരപ്രദമായ സ്ഥാപനം അദ്ദേഹത്തിന് തന്നെ അറിയാം. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു കുബുദ്ധി ഇതിനെ തകർക്കണം. പക്ഷേ ഭാരതരചന എന്ന സ്ഥാപനം 21 വർഷം ജനങ്ങൾക്ക് വളരെ രീതിയിലുള്ള സേവനം ചെയ്തു പോകുന്ന ഒരു സൊസൈറ്റിയാണ്. അതിന് തകർക്കാൻ അത് സാധിക്കുന്നതല്ല. കാരണം അത് ജനങ്ങളുടെയാണ്, ജനനന്മയ്ക്കായിട്ടാണ്, ജനങ്ങളുടെ സൊസൈറ്റിയാണ്. ഈ മനോജ് കുമാർ ഒരു 54 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് നടത്തി, നിങ്ങളത് കണ്ടുപിടിച്ചു, അയാൾ അവിടെ നിന്ന് പുറത്താക്കി. അതിനുശേഷം അയാൾ BLMലുള്ള കുറേ ജീവനക്കാരെയും കൊണ്ട് പുതിയൊരു സ്ഥാപനത്തിലേക്ക് പോകുന്നു. ഈ NFTC NITC എന്നൊക്കെ പറഞ്ഞ് കുറേ സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഏതാണ്ട് 3-4 സ്ഥാപനങ്ങൾ അയാൾ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ സ്ഥാപനങ്ങളിലും ഇയാൾ തട്ടിപ്പുകൾ നടത്തുകയാണ്
അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ മറ്റ് സ്ഥാപനങ്ങളെ കൈവാരിത്തേക്കുന്നതെന്നൊരു ഒരു വാദം നമ്മൾ കേട്ടു. അതേക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? എന്താണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം? ഞാൻ അതിന്റെ യാഥാർത്ഥ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ നമ്മൾ അറിയാവുന്നത് പറയാവും. പക്ഷെ എങ്കിലും നിങ്ങൾ പറയുന്ന പോലെ തന്നെ സമൂഹത്തിൽ നിന്ന് കേട്ടുകേൾവി എന്താ വെച്ചാൽ, ഇദ്ദേഹം ഇന്നത്തെ സ്വർണത്തിന്റെ റേറ്റ് അറിയാം. അദ്ദേഹം സ്വർണത്തിന്റെ കുറി എന്ന് പറഞ്ഞിട്ട് NITC ചേർക്കുമ്പോൾ ഒരു പവന് 36,000 രൂപയ്ക്ക് ഒരു പവൻ സ്വർണം കൊടുക്കാന്ന് പറഞ്ഞിട്ടുള്ള പലരുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചെന്നൊരു കേട്ടുകേൾവി ഞാനും കേട്ടു. അപ്പോൾ ഇന്നത്തെ അവസ്ഥ സ്വർണത്തിന്റെ വില എല്ലാം അറിയാലോ, എങ്ങനെ കൊടുക്കാൻ സാധിക്കും? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് തന്നെയാണ് പബ്ലിക്കിൽ നിന്ന് പണം പിരിക്കുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇയാളുടെ സ്ഥാപനം തന്നെ തകർക്കുമെന്നൊക്കെ പറഞ്ഞ് കുറെ മെസ്സേജുകൾ അയച്ചു. അത് എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അയാൾക്ക് വേറെ തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം? ഞാൻ പറയണെങ്കിൽ അത് കാരണം ഏതൊരാൾക്കും സ്ഥാപനത്തിന്റെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ ആ സ്ഥാപനം ഏത് നിലയിൽ എത്തിയെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ഒരു വിഭ്രാന്തി അതവിടെ കാണിക്കും. അതായത് ഇയാൾക്ക് ഇപ്പം BLM എന്ന് പറയുന്ന സ്ഥാപനത്തെ തകർക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി പുതിയ സ്ഥാപനം തുറക്കുന്നു, അതും പൊളിയുന്നു. ഈ BLM-നൊന്നും ചെയ്യാനും പറ്റുന്നില്ല. ഈ തനിനിറം എന്ന് പറയുന്ന 3 ആള് കാണാത്തൊരു ഒരു പത്രത്തിലോ പോസ്റ്ററിലോ ഒരു സാധനം എഴുതിയിട്ട് അതും വർക്കൗട്ട് ആവുന്നില്ല. ഒരു ഫ്രസ്ട്രക്ഷൻ പറയില്ലേ നമ്മള്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. സത്യത്തിൽ പറഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്നവർ പോലും മാനസിക സംഘർഷത്തിലാണെന്ന് എൻ്റെ കേട്ടുകേൾവി. കാരണം പലരും പോയ ആളുകളും പലരെല്ലാം വിളിക്കും, നമ്മളോട് വിളിച്ചു ചോദിക്കും, ഇങ്ങനത്തെ ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകണം. നമ്മൾ നിങ്ങളെടുത്ത തീരുമാനം, നിങ്ങൾ അദ്ദേഹത്തിനോട് പോയി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ജീവിക്കുക. അല്ലാതെ ഞങ്ങൾക്ക് BLM-ൽ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇപ്പോഴത്തെ അവസ്ഥ അവര് പോലും ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അവർക്ക് അതിനോട് പറഞ്ഞു, ഇനിയും നമുക്ക് ഒരു തെറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ ഇതൊരു സാമ്പത്തിക സ്ഥാപനമാണ്, ജനങ്ങളുടെ വിശ്വാസമാണ് ഏറ്റവും വലുത്. ആ വിശ്വാസത്തെ തകർക്കാതെ ഞങ്ങൾ ഇന്നും വളരെ ഭംഗിയായിട്ട് ഭാരതരഞ്ജനയുടെ 10 ലക്ഷം മെമ്പർമാർക്കും 1 രൂപ പോലും ഇന്ന് തിരിച്ചു കൊടുക്കേണ്ട ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്നിട്ടില്ല. കൃത്യമായ രീതിയിൽ ഇപ്പോൾ ഒരു ബാങ്കിങ് സിസ്റ്റത്തിൽ തന്നെയാണ്. സാധാരണ മെച്യൂരിറ്റി വരുമ്പോൾ 24 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ അവരുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ ക്യാഷ് ക്രെഡിറ്റ് ചെയ്യും. കാരണം ഇതെല്ലാം കൃത്യമായ ഓഡിറ്റിങ്ങും കൃത്യമായ രീതിയിൽ തന്നെയാണ് ഞങ്ങളുടെ സ്ഥാപനം ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന സ്ഥാപനമാണ്. അതിനെ തകർക്കാൻ പല തവണ 1-2 തവണ 4, 5, 6 തവണ പത്രത്തിലിട്ട് തൃശ്ശൂർ നഗരങ്ങളിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടു കൊടുക്കുക. എന്നിട്ടും ജനങ്ങളുടെ വിശ്വാസം തകർന്നിട്ടില്ല. ജനങ്ങൾക്കറിയാം ഭാരതരചന എന്ന സ്ഥാപനം ഭംഗിയായിട്ട് 21 വർഷം വളരെ ഭംഗിയായി ചെയ്തുകൊണ്ട്. ഇപ്പൊ അടുത്ത കാലഘട്ടത്തിൽ ഉണ്ടായ തൃശ്ശൂർ രാഗം തിയേറ്റർ ഭാരതരചന മൾട്ടിസ്റ്റേറ്റ് സൊസൈറ്റി തന്നെയാണ് രജിസ്റ്റർ ചെയ്ത് സൊസൈറ്റിയുടെ പേരിലാക്കിയത്. അതിലും ഇദ്ദേഹം കടന്നു കയറി അതിലെ നടത്തിപ്പുകാരനെ കൂട്ടുപിടിച്ച് BLM-നെതിരെ പല വ്യാജ വാർത്തകൾ ഉണ്ടാക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രവർത്തികളെല്ലാം അദ്ദേഹത്തിന് തന്നെ ദോഷം ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇപ്പോൾ ഇതിൽ ഇയാൾ സ്വർണ്ണക്കട തുടങ്ങിയെന്നൊരു കഥ കേൾക്കുന്നുണ്ട്, ഉള്ളതാണോ? അറിയോ? സ്വർണത്തിന് ഞാനും കേട്ടു. അദ്ദേഹം തന്നെ ഇതിടുമ്പോൾ അദ്ദേഹം മെസ്സേജുകൾ ഇടും. നമുക്കൊക്കെ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് ഇടും, സ്വർണ്ണക്കട പറ്റിയിട്ട് മെസ്സേജ് ഇടും. ഞാൻ അതിനെ പറ്റി കൂടുതൽ ശ്രദ്ധിക്കാറില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ ശത്രുക്കൾ പുറത്തു നിന്ന് എന്ത് കുറയ്ക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിനെ ശ്രദ്ധിക്കാതെ കണ്ട് സ്ഥാപനത്തിന്റെ ഭാഗം സ്ഥാപനത്തിനെ സംരക്ഷിക്കുക, സ്ഥാപനത്തിലെ മെമ്പർമാർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള ഒരു കൃത്യനിർവഹണ കാര്യത്തിൽ സത്യസന്ധമായി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഞാൻ അതുപോലെ തന്നെ ഇന്ന് വരെ പോയിട്ടുള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വേറൊരു കാര്യം, ഇയാളെ വിശ്വസിച്ച് ഇയാളുടെ കൂടെ കുറേ ആളുകൾ BLM-ൽ പോയിട്ടുണ്ട്. ഇവർക്കിപ്പോൾ സാലറി പോലും കിട്ടുന്നില്ല എന്നാണ് നമ്മൾ കേട്ടത്. ഞാൻ നിങ്ങളുടെ അന്വേഷണത്തിൽ സത്യസന്ധമായിരിക്കും. കാരണം ഒരുപാട് പേര് ഇപ്പോൾ തിരിച്ചു വരണമെന്ന് പറയുന്നുണ്ട്. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയ സാലറി വാഗ്ദാനം ചെയ്തിട്ട്, കാരണം ഒരു സാമ്പത്തിക സ്ഥാപനത്തിൽ ജോലി ചെയ്യുമ്പോൾ അതിൻ്റെ മാനദണ്ഡം അനുസരിച്ചിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. എല്ലാ വർഷവും ഇൻക്രിമെന്റ് കാര്യങ്ങളെല്ലാം അതിനൊക്കെ ഒരു ബേസിക് ഇതുണ്ട്, അതനുസരിച്ച് ചെയ്തു കൊടുക്കണം. വളരെ ജനങ്ങളുടെ പണം എങ്ങനെയെങ്കിലും കിട്ടുന്നു എന്ന് കണക്കാക്കി വാരിക്കോരി കൊടുത്ത്, അത് ഞാൻ ഇപ്പോഴും പറയുന്നത് ഏത് സാമ്പത്തിക സ്ഥാപനം ആയിക്കോട്ടെ, ജനങ്ങളുടെ ഫണ്ട് എടുത്ത് അതിന് ലാഭം ഉണ്ടാക്കി ആ ലാഭവിഹിതം ജനങ്ങൾക്ക് കൊടുക്കണം. അങ്ങനെയാണ് നമുക്ക് തിരിച്ചു കൊടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ലാഭം ഉണ്ടാക്കണമെങ്കിൽ ഒരു സാമ്പത്തിക സ്ഥാപനത്തിന് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട ഒരു ഘടനയുണ്ട്, റൈറ്റ്? അതിനനുസരിച്ചിട്ടാണ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. പക്ഷെ അദ്ദേഹം ഒരുപാട് ഓഫറുകൾ കൊടുത്ത് എല്ലാവരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പടുകുഴിയിലാക്കി എന്ന് പറയാം. അത്രയേ ഉള്ളൂ. എൻ്റെ കേട്ടുകേൾവി അതാണ്. കാരണം അവർക്ക് അവിടെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ ഏറ്റവും വലിയൊരു സങ്കടം എന്ന് പറഞ്ഞാൽ, വേദനാജനകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അവരെല്ലാവരും ഒരുപാട് പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ജോലിക്ക് കയറിയിട്ടുള്ളത്.
അതും വെള്ളത്തിലായി. അതും എന്താണ് അവസ്ഥ എന്നുള്ളത് അതായത് സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഡെപ്പോസിറ്റ് മേടിച്ച് ജോലി കൊടുത്ത ജീവനക്കാർക്ക് കൃത്യമായി പൈസ പോലും കൊടുക്കാത്ത ഒരാളാണ്. പുതിയ സ്ഥാപനങ്ങൾ എനിക്ക് തോന്നുമ്പോൾ അടച്ചുപൂട്ടുമെന്ന് മെസ്സേജ് അയക്കുന്ന ഒരാളാണ്. തനിനിറം എന്ന് പറയുന്ന ഒരു മഞ്ഞപ്പത്രം തുടങ്ങി ഈ BLM-നെ പോലെ 21 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനത്തെ ആക്രമിക്കാൻ നടക്കുന്നു. അതാണ് അതിൻ്റെ ഒരു വിരോധാഭാസം. ഇപ്പോൾ സുധീർ സാറിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, നിങ്ങൾക്ക് പേഴ്സണലി കുറച്ച് ത്രെട്ട് ഇയാളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു? ഞാൻ ഈ ഇദ്ദേഹത്തിന് ഒരു 6-7 മാസമായിട്ടാണ് അദ്ദേഹം നമ്മളോട് ഇത്രയും ക്രൂരമായി കാണിക്കുന്നത്. കാരണം ഇവർ ലോണുകൾ എടുത്ത് ഇവരുടെ കൂടെ പോയ ആളുകൾ ഇപ്പം അടുത്തിടയ്ക്ക് ഒരു സാധാരണ ജനത്തിൻ്റെ പൈസ 4 ലക്ഷം രൂപ ഒരു ഇദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്തുകൊണ്ട് BLM-ൻ്റെ പൈസ കളക്ട് ചെയ്ത് ആ പൈസ ദുർവിനിയോഗം ചെയ്യുന്നുള്ളത് BLM-ഉം ആ മെമ്പറും മനസ്സിലാക്കി. അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഈസ്റ്റ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ആ കാലഘട്ടത്തിൽ ഈ പോയി എല്ലാവരും ഇവരുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ 54 കോടി രൂപ ലോൺ കൊടുത്തു എന്ന് പറയും, ക്രമവിരുദ്ധമായ ലോൺ കൊടുത്തു. ഈ ലോൺ വാങ്ങിയ കുറേ ആളുകൾ ഇപ്പോൾ മനോജിന്റെ കൂടെ ഉണ്ട്. അതിലുള്ള ആളുകളെ ഞങ്ങൾ ആ പണം, കാരണം ഈ മെമ്പർമാർ ത്രൂ ആണ് ശരിക്കും പറഞ്ഞ ലോൺ ജനങ്ങളിലേക്ക് കൊടുത്തത്. അതായത് നേരത്തെ തയ്യാറാക്കിയ ഒരു പദ്ധതിയായിരുന്നു. കുറെ പേർക്ക് ലോൺ കൊടുക്കുന്നു, ആ പണം കൊണ്ട് പുതിയൊരു സ്ഥാപനം തുടങ്ങുന്നു, അതിനുശേഷം BLM-നെതിരെ BLM-ൽ വലിയ ക്രമക്കേട് എന്ന് പറഞ്ഞ വാർത്തകൾ കൊടുക്കുന്നു. അതിൽ ഭാരതരത്ന ക്രമക്കേട് മാത്രമല്ല, സ്റ്റേഷനിൽ പോലും ഇവര് കൊടുത്തു വെച്ചാൽ എന്റെ സ്വന്തക്കാർക്ക് ലോൺ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ ഒരുപാട് എന്താ പറയാ എന്നെ അപമാനിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ACP-യുടെ മുമ്പിൽ വെച്ച ACP തന്നെ ചോദിച്ചു, നിങ്ങളുടെ പണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും ഒരിക്കലും അയാളുടെ കയ്യിൽ എത്തില്ലല്ലോ, കാരണം നിങ്ങൾ കൊടുക്കാണ്ട് എത്തില്ലല്ലോ. അപ്പോൾ എന്ന് സംസാരിച്ചപ്പോൾ ACP-ക്ക് ബോധ്യമായി, ഈ പൊതുജനങ്ങൾക്ക് കൊടുത്ത ലോണുകൾ തിരിച്ചു മേടിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ, അത് തിരിച്ചു കൊടുത്ത് ആ സ്ഥാപനത്തെ നമ്മളുടെ വശം ക്ലിയർ ചെയ്തിട്ട് വേണ്ട വേറെ സ്ഥാപനത്തിൽ പോകാൻ എന്ന് ACP കൃത്യമായി ബോധ്യമായി. അത് അദ്ദേഹം അവരോട് ചോദിക്കണ്ടായി. അത് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് കോംപ്രമൈസ് എല്ലാം വന്നത്. വീണ്ടും തിരിച്ച്, കാരണം പണം തിരിച്ച് പൊതുജനങ്ങളുടെ പണമാണിത്, ഈ സൊസൈറ്റി എന്ന് പറയുമ്പോൾ പൊതുജനങ്ങളുടെയാണ്. അപ്പോൾ ആ പണം തിരിച്ചു കൊടുക്കുന്ന ഉത്തരവാദിത്വം തിരിച്ചു പോയവർക്കുണ്ട്. അതിനെതിരെ നടപടി എടുത്തതിന്റെ ഭാഗമായിട്ട് എന്നോട് ദേഷ്യം വന്നതും പിന്നെ അന്ന് തൊട്ട് എന്നോടുള്ള ആക്രമണം തുടങ്ങി. കാരണം എന്നെ എന്താ പറയുക, ഗുണ്ടകളെ കൊണ്ട് ആക്രമിപ്പിക്കും. അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എന്നെ ഷൂട്ട് ചെയ്യും, വെടിവെച്ച് കൊല്ലും എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അതിന് പോലീസ് വരെ എനിക്ക് സ്വാധീനമുണ്ട്, അവൻ എന്ത് ചെയ്താലും പറ്റില്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞു. അപ്പം അതിൻ്റെ അടുത്ത കാലഘട്ടത്തിൽ എനിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നൊരു കോൾ വരികയുണ്ടായി. ഏതോ ഒരു വ്യക്തി, എനിക്കറിയില്ല അദ്ദേഹം ഏതോ മടത്തിപ്പറമ്പ് രാഘവൻ എന്ന് പറഞ്ഞ ഒരാൾ സ്പെഷ്യൽ ബ്രാഞ്ചിന് ഒരു പരാതി കൊടുക്കുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് എന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് വിളിച്ചു. അപ്പോൾ ഈ പരാതിക്കാരനെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, അദ്ദേഹത്തിന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ത്രെട്ടനിങ് ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉള്ളതുപോലെ ഞാൻ പറഞ്ഞു, ഞാനായിട്ടൊരു പരാതി കാര്യങ്ങളൊന്നും കൊടുത്തില്ല. പക്ഷേ ഇത് ഈ അവസ്ഥയിൽ എത്താനുള്ള കാരണം ഇദ്ദേഹത്തിൻ്റെ നിരന്തരം ആക്രമണമാണ്. നമുക്കത് ചെയ്യേണ്ടതായി വന്നേക്കാം. പലതവണ നമ്മൾ അദ്ദേഹത്തിനെ വിളിച്ചു, പലതവണ മാന്യമായ രീതിയിൽ പലരും സംസാരിച്ചു, പലരും ഇത് ചെയ്തു. കാരണം ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പറയല്ലോ, പണ്ട് കാരണന്മാരും കയ്യിലുള്ളതും പോയി ഉത്തരത്തിൽ എടുക്കാനും പറ്റുന്നില്ലാത്ത അവസ്ഥ എന്നൊരു അവസ്ഥയാണ് ഇപ്പോൾ ഇരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പല മെസ്സേജുകളും ഇപ്പം അവരുടെ തന്നെ സ്റ്റാഫുകൾ മാധ്യമങ്ങൾക്ക് പ്രചരിപ്പിച്ച് തുടങ്ങി. അത് നിങ്ങൾക്ക് കിട്ടും. കാരണം അവരെ തന്നെ ജോലിക്കാർ ഇന്ന് പറഞ്ഞു തുടങ്ങി. നോക്കുക, അതായത് 21 വർഷമായി നല്ല നിലയിൽ പ്രവർത്തിച്ചു പോകുന്ന, ഇതുവരെ ഒരു പരാതി പോലും കേൾപ്പിക്കാത്ത ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എത്ര സംസ്ഥാനങ്ങളിലുണ്ട്? 3 സംസ്ഥാനങ്ങളുണ്ട്. 125ഓളം ബ്രാഞ്ചുകളുണ്ട് ഞങ്ങൾക്ക്. ഇത്രയധികം സർവീസ് നൽകുന്ന പല ബസ് അത് മാത്രമല്ല സാർ, ഞങ്ങൾക്ക് ട്രാൻസ്പോർട്ട് ഉണ്ട്. BLM ട്രാവൽസ്, YBM ട്രാവൽസ്, സിമെന്റ് കമ്പനികൾ, അതുപോലെ തന്നെ നമുക്ക് ബയോഗ്യാസ് പ്ലാന്റ്, ഇപ്പോൾ നമ്മൾ ഗെയിൽ പദ്ധതികൾക്ക് എനർജി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഇപ്പോൾ അടുത്ത ഹോസ്പിറ്റലുകൾ, സ്കൂളുകൾ, കോളേജ്, പിന്നെ അതുപോലെ കൃഷി സ്ഥലങ്ങൾ, ഒരുപാട് അനവധി സംരംഭങ്ങളുള്ള സൊസൈറ്റിയാണ്. ഇപ്പം ഞാൻ എൻ്റർടൈൻമെൻറ്റ് തൃശ്ശൂരിൻ്റെ അഭിമാനമായിട്ട് രാഗം തിയേറ്റർ പോലും ഈ സൊസൈറ്റി വാങ്ങി ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടാവണം. അനവധി പേർക്ക് 60,000 പേര് ഇന്ന് എൻ്റെ നിഗമനത്തിൽ 60,000 പേര് ജോലി ചെയ്യുന്നുണ്ട് BLM-ൽ. 10 ലക്ഷം മെമ്പർമാരുണ്ട്. ഈ ഞങ്ങളുടെ സൊസൈറ്റിക്ക് ഈ 2024 AGM-ൽ
വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് BLM. അതും മാത്രം തന്നെയല്ല, ഞങ്ങൾക്ക് BLM സൊസൈറ്റിക്ക് ഒരു അഭിമാനവും നമുക്ക് പറയാം. കാരണം ഇന്നത്തെ കേന്ദ്ര സഹകരണ മന്ത്രാലയത്തിൻ്റെ കീഴിലുള്ള സഹകരണ മന്ത്രിയുടെ അമിത്ഷാജിയുടെ അണ്ടറിലുള്ള സഹമന്ത്രി PL വർമ്മ ഞങ്ങൾക്ക് അപ്രിസിയേഷൻ ലെറ്റർ തന്നിട്ടുള്ള സൊസൈറ്റിയാണ്. ഇത്രയും നല്ലൊരു സൊസൈറ്റി നമ്മൾ പ്രളയകാലത്തും നമ്മുടെ ചീഫ് മിനിസ്റ്റർക്ക് അറിയാം, പിണറായി വിജയൻ സാർ തന്നെ ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ലെറ്റർ തന്നിട്ട് ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് നന്മകൾ ചെയ്യുന്ന ഇത്രയും നല്ല സൊസൈറ്റിയെ അദ്ദേഹം കൂടി ഇതിലൂടെ ജീവിച്ച് വളർന്നിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നതിലുള്ള ഒരു ദുഃഖം വളരെ പരിതാപകരമാണ്. കാരണം എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഇപ്പം നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് സത്യം. കാരണം മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികൾ ഒരുപാടുണ്ട്. അതിൽ യഥാർത്ഥമായി പോകുന്ന സൊസൈറ്റികളെ ഉപദ്രവിക്കാതെ തെറ്റുള്ളവരെ അത് പുറത്ത് കൊണ്ടുവരട്ടെ. അതാണ് അതിൻ്റെ തെളിവ് കൊണ്ടുവരട്ടെ. ഇതുപോലെ മഞ്ഞപത്രങ്ങളിലൂടെ വ്യക്തിഹത്യ നടത്തുകയും വ്യക്തിവൈരാഗ്യം തീർക്കാൻ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് അതായത് മെമ്പർമാരുടെ ഉള്ളിൽ വലിയൊരു ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാ മെമ്പർമാർക്ക് ഇപ്പോൾ ഇത്രയും നല്ല നിങ്ങളെ പോലത്തെ ചാനലുകൾ, സത്യസന്ധമായി പോകുന്ന ഈ ചാനലുകൾ തന്നെയാണ് ജനങ്ങൾക്ക് ഏറ്റവും വലിയ ബലം. കാരണം എന്താ പറയുക, മറ്റ് ന്യൂസ് ചാനലുകൾ ഒരുപാടുണ്ട്, പക്ഷെ അവരും യാഥാർത്ഥ്യം മനസ്സിലാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ഇങ്ങനെയുള്ള സാമ്പത്തിക സ്ഥാപനങ്ങൾ എല്ലാ കാലം കൃത്യമായി നിലനിൽക്കും. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഇപ്പോൾ ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ ഇത് ഉപയോഗിച്ച് ഒരുപാട് തട്ടിപ്പ് നടത്താം, ഇതിന് കേന്ദ്ര സർക്കാരിന് ഒരു നിയന്ത്രണമില്ല, ആർക്കും എന്തും ചെയ്യാം, തോന്നിയതുപോലെ ചെയ്യാം എന്ന രീതിയിലൊക്കെയുള്ള ചില പ്രചാരണങ്ങൾ ഇതിനൊപ്പം വരുന്നുണ്ട്. ശരിക്കും മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളുടെ ഒരു നിയമവശം, കേന്ദ്രത്തിൻ്റെ അഫിലിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, അതെന്താണെന്നൊന്ന് പറയൂ. നമ്മൾ ശരിക്ക് മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റികളുടെ ഇപ്പോൾ പുതിയ BJP മിനിസ്ട്രേഷൻ വന്നതിന് ശേഷം ആദ്യം അഗ്രികൾച്ചർ മിനിസ്റ്ററുടെ കീഴിലായിരുന്നു. ഇപ്പോൾ ഒരു മിനിസ്ട്രേഷൻ്റെ ഇപ്പോൾ സഹകരണ മന്ത്രാലയം തന്നെ വന്നു. ആ സഹകരണ മന്ത്രാലയം വന്നതിന് ശേഷം അതിൽ സെൻട്രൽ രജിസ്ട്രാറിൻ്റെ അണ്ടറിൽ ആണ് നമ്മുടെ ഡയറക്റ്റ് ബോർഡ് വരുന്നത്. ഇപ്പോൾ RBI എന്ന് പറയുന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, അത് റെഗുലേറ്ററിയാണ്. അതേ റെഗുലേറ്ററിയാണ് CRCS, സെൻട്രൽ രജിസ്ട്രാർ ഓഫ് കോർപ്പറേറ്റ് സർവീസ്. അപ്പോൾ അതിൻ്റെ അണ്ടറിലുള്ള സൊസൈറ്റിയാണ് നമ്മുടെ സൊസൈറ്റി, അതിൻ്റെ ഡയറക്റ്റ് ബോർഡും എല്ലാം. അപ്പോൾ ഈ സൊസൈറ്റികൾക്ക് നിയമവശമായ എല്ലാ കാര്യങ്ങളുണ്ട്. അത് കേന്ദ്രം അത് കൃത്യമായി ഇപ്പോൾ ഓംബുഡ്സ്മാൻ ഉണ്ട്, ബഡ്സ് ആക്ടിൻ്റെ അണ്ടറിലാണ്. ഇതെല്ലാം ഇപ്പോൾ ഒരുപാട് അഗ്രികൾച്ചർ സൊസൈറ്റികൾ വരുന്നുണ്ട്. ഇപ്പോൾ ന്യൂ ഇന്ത്യ ട്രാവൽസ് ആൻഡ് ടൂറിസം എന്ന് പറഞ്ഞാൽ അവർക്ക് അങ്ങനെ ക്യാഷ് കളക്ഷൻ ചെയ്യാനുള്ള പെർമിഷനൊന്നും ഇല്ല. കാരണം അവർക്ക് ടൂറിസം പരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാം. ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോർപ്പറേഷൻ ഞങ്ങൾ ഹൗസിംഗ് ആണ് ചെയ്യുന്നത്. ആ ഹൗസിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അനവധി പ്രോജക്റ്റ്, വടക്കാഞ്ചേരി പ്രോജക്റ്റ് ഉണ്ട്, ഇപ്പോൾ തിരുവനന്തപുരത്ത് പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്, ചെന്നൈയിൽ പ്രോജക്റ്റുകൾ നടക്കുന്നുണ്ട്, ബത്തേരി പ്രോജക്റ്റ് നടക്കുന്നുണ്ട്. അനവധി ഈ പ്രോജക്റ്റുകളുടെ ലാഭം തന്നെ ഈ പദ്ധതികൾ തന്നെയാണ് ജനങ്ങൾക്ക് ലാഭമായിട്ട് തിരിച്ചു കൊടുക്കുന്നത്. അതിന് വ്യക്തത ഉണ്ടാവണം. അല്ലാതെ ഒരു സൊസൈറ്റിയുടെ അഡ്രസ്സ് എടുത്താൽ ഇതിനൊക്കെ നിയമപരമായിട്ടുള്ള കുരുക്കുകളിൽ പോകുമെന്ന് യാതൊരു സംശയം വേണ്ട. കാരണം ഇന്ന് യെസ്, അതുപോലത്തെ സ്ഥാപനങ്ങൾക്കൊക്കെ അതിനൊക്കെ എത്ര എല്ലാ നടത്തുന്നത്. അത് മാത്രമല്ല സർ, ഇത് വന്ന് നമുക്ക് എല്ലാ വർഷം ആനുവൽ ജനറൽ മീറ്റിംഗ് നടത്തി AGM നടത്തി പബ്ലിക്കിൻ്റെ മുമ്പിൽ അത് ആ ഓഡിറ്റ് ബാലൻസ് ഷീറ്റ് വായിക്കണം. അത് ഭാരത് രചന 21 വർഷം ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് എന്ത് നമ്മൾ ചെയ്തു, ഈ ജനങ്ങളുടെ ഫണ്ട് കൊണ്ട് എന്ത് ചെയ്തു. ഇപ്പോൾ സെൻട്രൽ രജിസ്ട്രാറിന് 1700 സൊസൈറ്റികളിൽ 100 സൊസൈറ്റിയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതിലൊരു സൊസൈറ്റിയാണ് ഭാരത് രചന. അങ്ങനെ നല്ല ഗ്രേഡുള്ള സൊസൈറ്റിയാണ് ഭാരത് രചന. മറ്റുള്ള സൊസൈറ്റികളൊന്നും അല്ലാന്നല്ല പറഞ്ഞു. കാരണം ഇപ്പോൾ പല ലൈസൻസുകളുടെ മറവിൽ പണപ്പിരിവ് നടത്തുന്നത് അത് ജനങ്ങൾ കൃത്യമായി പഠിക്കണം. അത് നിയമത്തിൻ്റെ മുന്നിൽ വന്നുകൊണ്ടിരിക്കണം. ഇപ്പോൾ പുതിയ അമെൻമെൻറ്റുകൾ വരുന്നുണ്ട്. അമെൻമെൻറ്റുകൾ വരുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇപ്പോൾ 2022 അമെൻമെൻറ്റ് കഴിഞ്ഞപ്പോൾ ഇത് പാർലമെൻറ്റിൽ പാസ്സാക്കുന്ന ബില്ലുകളാണ് അതൊക്കെ. അപ്പോൾ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിന് വേണ്ട അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൃത്യമായ രീതിയിൽ തന്നെ അത് കേന്ദ്ര സർക്കാർ അന്വേഷിച്ച് അതിൻ്റെ നിയമ നടപടി എടുക്കും. ജനങ്ങളുടെ ഫണ്ടിന് ഒരു സേഫായിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇത്രയധികം കസ്റ്റമേഴ്സും ഇത്രയധികം മേഖലകളിലുള്ള സ്ഥാപനങ്ങളും ബിസിനസ്സും ഉള്ള ഒരു സൊസൈറ്റിയെക്കുറിച്ചാണ് 4 പേര് പോലും വായിക്കാത്ത ഒരു മഞ്ഞപ്പത്രം വെച്ച് KP മനോജ് കുമാർ എന്ന തട്ടിപ്പുകാരൻ, കള്ളൻ, അവൻ പ്രചാരണം നടത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിൻ്റെ വിരോധാഭാസം. ഇപ്പോൾ നമ്മൾ പലരും സോഷ്യൽ മീഡിയ പേജുകളിൽ ഈ തനിനിറത്തിൻ്റെ ഒരു കോപ്പി കണ്ടിട്ട് BLM എന്ന് പറയുന്ന കമ്പനി എന്തോ തട്ടിപ്പ് കമ്പനിയാണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. സാമാന്യ ബുദ്ധിയുള്ളവർ അങ്ങനെ ചെയ്യില്ല, പക്ഷേ എങ്കിലും തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ മനസ്സിലാക്കുക, ഇത് KP മനോജ് കുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ
അയാളുടെ ദേഷ്യവും പകയും വിഭ്രാന്തിയുമൊക്കെയാണ് ഈ വാർത്തകൾക്കും പ്രചാരണങ്ങൾക്കും പിന്നിൽ. യാഥാർത്ഥ്യം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരുപാട് പേർ നമുക്ക് മുന്നിലൂടെ വിശദീകരിക്കും. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. കാരണം നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളെ തകർക്കാനും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം പിടുങ്ങാനുള്ള ഒരു വലിയ നെറ്റ്വർക്ക് കേരളത്തിൽ പല ഭാഗത്തായി ഉദയം ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥാപനങ്ങളുടെ നട്ടെല്ല് തകർക്കാൻ പോകുന്ന പ്രചാരണങ്ങളായി മാറാൻ സാധ്യതയുമുണ്ട്. അങ്ങനെ വന്നതെന്ന് ആലോചിച്ച് നോക്കുക. 10,000-ഓളം പേര് ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനം. ഈ സ്ഥാപനം മാത്രമല്ല, മറ്റു പല സ്ഥാപനങ്ങളുടെയും കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് പേരുടെ നിക്ഷേപം, ഒരുപാട് പേരുടെ ഭാവി എല്ലാം തകർക്കുന്ന വിധത്തിലാണ് പലരും ഈ വ്യാജ പ്രചാരണങ്ങൾ, വ്യാജ വാർത്തകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എല്ലാ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികളും നല്ലതാണെന്നുള്ള അഭിപ്രായമൊന്നുമില്ല. ചില കേന്ദ്രങ്ങളിലൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. അത് ആ രീതിയിൽ തെളിവുകളോടെ അതിനെ പുറത്തു കൊണ്ടുവരിക, അല്ലാതെ വ്യക്തിപരമായ പക തീർക്കാൻ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടിയൊക്കെ വാർത്തകളും വീഡിയോകളും ഇതുപോലുള്ള മഞ്ഞപ്പത്ര പ്രചാരണങ്ങളും നടത്തുന്നവർ ഓർത്തു വെച്ചോളൂ, ഞങ്ങൾ നിങ്ങളുടെ പിറകെയുണ്ട്. നിങ്ങൾക്കെതിരെയുള്ള സകല തെളിവുകൾ ഞങ്ങൾ പുറത്തുവിടും. നിങ്ങൾക്കെതിരെയുള്ള അന്വേഷണങ്ങൾ ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഒരു കാരണവുമില്ലാതെ ഇതുപോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ ഏതെങ്കിലും തരത്തിൽ പ്രചാരണം നടത്താൻ നിങ്ങൾ തുനിഞ്ഞാൽ ഒരു വശത്ത് നിങ്ങൾക്കെതിരെ നിയമ നടപടി കർശനമായിരിക്കും, അത് അതിൻ്റെ വഴിക്ക് പോകും. മറുവശത്ത് നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങൾക്ക് പിന്നിൽ ആരാണ് എന്ന് തുടങ്ങി ഇനി നിങ്ങൾ ഒരു സ്ഥാപനത്തിനെതിരെ പോലും വ്യാജ പ്രചാരണം നടത്താത്ത വിധത്തിൽ നിങ്ങളെ തുറന്നു കാണിക്കാൻ ഞങ്ങൾ നിർബന്ധിതരാകും. അതിന് തുടക്കമാണിത്. ഇത്തരക്കാർ ഓർത്തു വെച്ചോളൂ, ഞങ്ങൾ പിന്നാലെയുണ്ട്.